എന്ന് പറയുന്ന സംഘടനയായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വളരെയധികം നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം എടുത്തു പറയേണ്ടത് ഈ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയായിട്ട് ചേർന്നിട്ടുള്ള ഒരു അമ്മ ഷോ ഞങ്ങൾ മനോരമ ചാനലിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു കടബാധ്യത പോലും തീർന്നത്. അപ്പം അത്രയും നല്ലൊരു റാപ്പോ ഞങ്ങൾക്കുള്ളിലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരഭിപ്രായമോ ഇപ്പം ഇവനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഇത് വേറെ. കാരണം അത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ അമ്മ അസോസിയേഷൻ ഉള്ളൂ. അപ്പം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ. ഈ വക നിസ്സാര കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നടന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് തന്നെ വന്ന അടുത്തൊരു ഡിസ്കഷനാണ് ഈ ടാക്സിന്റെ പ്രോബ്ലം, ഡബിൾ ടാക്സ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഏത് സാധനം വാങ്ങുമ്പോഴും ഒരു സംഭവം ഒരു കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ സാധനം വാങ്ങുവാണെങ്കിൽ അതിനൊരു ടാക്സ് ഉണ്ട്. അപ്പം ആ ടാക്സ് കൂടെ GST കൂടെ അടച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച് സിനിമേനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഡബിൾ ടാക്സേഷൻ വരുവാണ്. ഗവൺമെന്റിന്റെ ഇടയിലുള്ള സർക്കാരിന്റെ ഇടയിലുള്ള അധിക നികുതി ചാർജും കൂടെ ഇതിനകത്ത് വരുന്നതുകൊണ്ടിട്ട് അത് പ്രേക്ഷകരിലേക്കാണ് അത് എത്തുന്നത്. അപ്പൊ പ്രേക്ഷകർ എന്താകുന്നത് അവിടെ ചൂസി ആവുകയാണ്. അപ്പം ഒരു ഹിറ്റാവുന്ന പടത്തെ മാത്രം കണ്ടുകൊണ്ടിട്ട് തിയേറ്ററിൽ വരാം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിനിമേനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ട് നിൽക്കുന്ന തിയേറ്ററുകളെല്ലാം പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഞാൻ ഒരു നിർമ്മാതാവാണ്. നിർമ്മാതാവായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയത്. ഡിസ്ട്രിബ്യൂട്ടർ ആയതിനു ശേഷമാണ് ഞാനൊരു തിയേറ്റർ നടത്തുന്ന ഒരാളായി മാറിയത്. അപ്പം ഞാൻ എനിക്ക് കേരളത്തിൽ 38-40 തിയേറ്ററുകൾ ഞാൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഓണർഷിപ്പിലല്ല, ഞാൻ ലീസിനെടുത്ത് നടത്തുന്നതാണ്. ഞാൻ ഈ നടത്തുന്ന തിയേറ്ററുകളെല്ലാം ഇതിന്റെ ഓണറുടെ കയ്യിൽ നിന്ന് ഞാൻ ലീസിന് വാങ്ങിയിരിക്കുന്ന തിയേറ്ററുകളാണ്. അപ്പം അവരത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത് അവർക്കത് നടത്താനായിട്ട് പറ്റുന്നില്ല, ലാഭകരമല്ലാത്തത് കൊണ്ടിട്ടാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനതൊരു 100% സിനിമയോടുള്ള ഒരു പാഷന്റെയും കൂടെ പുറത്താണ് ഞാൻ സിനിമ തിയേറ്ററിലൂടെ റൺ ചെയ്യുന്നത്. അപ്പം എനിക്ക് സിനിമ തിയേറ്ററുകാരുടെ അവസ്ഥ വളരെയധികം നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തില് 17-18 സ്ക്രീനുകളോളം കേരള സർക്കാരിന്റെയാണ്. കൈരളി ശ്രീ തിയേറ്ററുകൾ സർക്കാരിന്റെ തിയേറ്ററുകളാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോൾ ഒരു തിയേറ്റർ നടത്തുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരു സ്ഥലത്ത് സർക്കാരിന്റെ ഒരു തിയേറ്ററും നടത്തുമ്പോൾ, അവിടെ 2 തിയേറ്റർ നടത്തുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധിയാണ് വിളിക്കുന്നത് പടം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലായിട്ട് ബിസിനസ് ചെയ്യുന്ന എനിക്കോ അല്ലെ എന്നെ പോലെയുള്ള ആൾക്കോ പടം തരുവോ അത് സർക്കാർ തിയേറ്ററിൽ ആദ്യം പ്രിഫറൻസ് കൊടുക്കുമോ? അപ്പം സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്കൊരു ഭീഷണിയാണ്. കാരണം സർക്കാരും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും സർക്കാരും ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കാരിനല്ലേ മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഒരു നിർമ്മാണം, ഒരു അസോസിയേഷനിൽ ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു മീറ്റിംഗ് വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിംഗിൽ പുതിയതായിട്ട് വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് 10-30 സിനിമകളാണ് പുതിയ സിനിമകൾ പ്രപ്പോസലായിട്ട് വരുന്നത്. അപ്പോൾ അത് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. ആ സ്ഥിതിയിൽ ഇപ്പോൾ 5 സിനിമകൾ 4 സിനിമകൾ മാത്രമാണ് ഓരോ മാസവും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്. അതിൽ പോലും നമുക്കറിയാം, നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ, ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അട്രാക്ഷൻ ഉള്ള സിനിമകൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാൻ പോലും ഉള്ളതില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പോലും പറ്റുന്ന സിനിമകളില്ല. അപ്പൊ അത്രയും ഒരു തരത്തിലേക്ക് സിനിമയുടെ ഒരു ബിസിനസ് ആയിക്കോട്ടെ, പുതിയ സിനിമകൾ ആരംഭിക്കുന്ന ആയിക്കോട്ടെ, എല്ലാം താന്നു പോകുന്ന സ്ഥിതിക്ക് നമ്മൾ അനവധി കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത മീറ്റിംഗ് നടത്തിയത്. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഫിയോക്ക് ഉണ്ടായിരുന്നു, ഫെഫ്കെ ഉണ്ടായിരുന്നു, ബാക്കി മറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം കൂടെ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രസ് മീറ്റുള്ള വിവരം ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ അതിൽ നിന്ന് പോയി, എനിക്ക് വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടിട്ടും വേറെ പടങ്ങൾ ഷൂട്ട് നടക്കുന്നതുകൊണ്ടിട്ടും അതിൽ പങ്കെടുത്തിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അസോസിയേഷന്റെ ഭാഗമായിട്ട് ആൻഡോ ജോസഫ്, ഞങ്ങളുടെ പ്രസിഡന്റ്, വേറെ ഒരു പടത്തിന്റെ, ഒരു വലിയ പടത്തിന്റെ കാര്യമായിട്ട് അതിന്റെ തിരക്കിലായതുകൊണ്ടിട്ട് അതിന്റെ ചുമതലയുള്ളത് വൈസ് പ്രസിഡന്റുമാരാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സിനിമ നിർമ്മാതാവ് G. സുരേഷ് കുമാറും സിയാദ് വോക്കറുമാണ് വൈസ് പ്രസിഡന്റുമാർ. അപ്പം അവരെല്ലാവരും ആ പ്രസ് മീറ്റിൽ ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില
എന്താ പറയുക അസ്വാരസ്യങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഈവൻ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മെമ്പർ, ഇപ്പം എന്നേക്കാളും എൻ്റെ അസോസിയേഷനിൽ എന്നേക്കാളും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയും. അപ്പൊ അവര് തമ്മിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡിസ്കഷൻ തീരേണ്ട ഒരു കാര്യം ഒരു പത്ര സമ്മേളനത്തിൽ പറഞ്ഞുപോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു ലെറ്റർ വരുന്നു. ഇതൊക്കെ എത്രത്തോളം ആവശ്യമുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പിയോന് അറിയില്ല. അപ്പൊ ഒരാളുടെ പടത്തിന്റെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിക്കുന്ന കാര്യം അസോസിയേഷനിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് മെയിനായിട്ട് ആന്റണി ചേട്ടന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ആ ഒരു പടം നിർമ്മിക്കുന്ന നിർമ്മാതാവിന് അവരുടേതായ ടെൻഷൻസ് ഉണ്ട്. അത് ബിസിനസ് ചെയ്ത് തീർക്കുന്നവരെ. കാരണം അവർ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ 2-3 പടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മള് തിയേറ്ററുകാരുടെ മുന്നിൽ ഈ സിനിമ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ബിസിനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബിസിനസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും റിവീൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പിന്നെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾക്കറിയാം ഒരു ഇൻകം ടാക്സ് ഇപ്പൊ റെയ്ഡ് വന്നു കഴിഞ്ഞാൽ പോലും പല സ്ഥലത്ത് റെയ്ഡ് പോകുന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൊടുത്തിട്ട് സിനിമാ ന്യൂസുകൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, അല്ലെ വാർത്തകൾ കൂടുതൽ വരാറുണ്ട് എന്ന് പറഞ്ഞ പോലെ സിനിമയുടെ കാര്യം ആയതുകൊണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങളുടെ സംഘടനകളിലും അത് പലതരം ടോക്കുകൾക്ക് വഴി തെളിച്ചു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മീറ്റിംഗ് ഒരിക്കൽ കൂടി പറയുന്നത്, ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് അതുകൊണ്ടിട്ടാണ്. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടനോട് സംസാരിച്ചതാണ്. ഈ നാളെ ഒരു സിനിമ സമരം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തെ ഒരു നല്ല മെമ്പർ എന്നുള്ള രീതിയിൽ ആ അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു മെമ്പറാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സുരേഷ് ഏട്ടനും ഒരു പർപ്പസ്ഫുള്ളി ഒരു പറഞ്ഞ ഒരാളെ ഒരു ഇന്നൊരു ആർട്ടിസ്റ്റിനെ നോവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്നൊരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തോ ഒന്നും പറഞ്ഞതല്ല. നിങ്ങൾക്കറിയാം, ഒരു അസോസിയേഷനെ സംബന്ധിച്ച് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് ആവശ്യമാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴാണ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ അത് പറഞ്ഞത് എന്നുള്ളത് മാത്രമാണ് എനിക്കത് പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ഞാൻ സുരേഷ് ഏട്ടനായിട്ട് സംസാരിച്ചാണ്. സുരേഷ് ഏട്ടൻ ഒരു ഇൻഡസ്ട്രീനെ മോശമാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ആരെങ്കിലും വേദനിപ്പിക്കാനായിട്ടോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു അസോസിയേഷന്റെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു നിലയിൽ ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം അതിന് മറുപടി എന്നോണമാണ് മോഹൻലാൽ ആന്റി പോസ്റ്റ് ആദ്യം പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്. ആന്റി പെരുമാറി പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാനും സുരേഷ് ഏട്ടനൊപ്പം തന്നെയാണ്. ഈ സുരേഷ് ഏട്ടനൊപ്പം തന്നെ എന്ന് പറയുമ്പം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറിനൊപ്പം തന്നെയാണ്. പക്ഷെ അങ്ങ് സുരേഷ് കുമാർ അപ്പൊ അല്ല അല്ല അത് കറക്റ്റാണ്. അതിന്റെ അകത്ത് ഇപ്പം ഒരു പക്ഷെ ഞാനും അതിന്റെ അകത്ത് സംഘടനയുള്ള ഒരാളല്ലേ. അപ്പൊ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരു അംഗത്തിന്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു പ്രസ് മീറ്റിൽ ഇവൻ പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇവൻ പറയുമ്പോൾ അത് ചിലപ്പോ ഇഷ്ടപ്പെടാതെ ഇപ്പൊ ഇവന് ഇരിക്കാം. അത്ര മാത്രമേ അതിന്റെ അകത്തുള്ളൂ. അത് അതിന്റെ അകത്തൊരു ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു ഇതെന്നുള്ളത്. അങ്ങനെ ഒരു അംഗത്തിന്റെ സിനിമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല. ആ അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നം മാത്രം പറയുന്ന ഒരു പത്ര സമ്മേളനം അല്ലായിരുന്നു അത്. ആക്ച്വലി ഒരു സംയുക്ത മീറ്റിംഗിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്, ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി